നമസ്കാരം. അസിസ്റ്റൻ്റ് ഡയറക്ടർ ഓഫ് നാഷണൽ സേവിങ്സ് നോട്ടിഫിക്കേഷൻ PSC പ്രസിദ്ധീകരിക്കാൻ പോവുകയാണ്. അത്തരത്തിലുള്ള വാർത്തകളൊക്കെ നിങ്ങൾ പല മാധ്യമങ്ങളിലെയും കണ്ടുകൊണ്ടിരിക്കുകയാണ്, പലരും കണ്ടിട്ടുണ്ടാകും. അപ്പോൾ നമുക്ക് ഈ ഒരു നോട്ടിഫിക്കേഷൻ PSC, അതായത് നാഷണൽ സേവിങ്സ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അസിസ്റ്റൻ്റ് ഡയറക്ടർ തസ്തികയിലേക്കുള്ള നോട്ടിഫിക്കേഷൻ PSC പ്രസിദ്ധീകരിക്കാനായിട്ടുണ്ടോ, പ്രസിദ്ധീകരിക്കുമോ, അഥവാ പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ വസ്തുതകൾ, ഈ നോട്ടിഫിക്കേഷൻ്റെ പിന്നിലെ വസ്തുതകൾ എന്താണ്, ഇങ്ങനെ ഒരു നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ അതിൽ നിങ്ങൾ ഉദ്യോഗാർത്ഥികൾക്ക് എന്തുമാത്രം സാധ്യതയാണ് ഈ തസ്തികയിലൂടെ ഉള്ള പരീക്ഷയിൽ നിങ്ങൾക്ക് ലഭിക്കുന്നത് എന്ന വസ്തുതകളൊക്കെ നമുക്ക് പരിശോധിക്കാം. അപ്പോൾ ഈ തസ്തിക നിങ്ങൾക്കറിയാം, നാഷണൽ സേവിങ്സ് ഡിപ്പാർട്ട്മെൻറ്റ്, അതായത് ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സെക്രട്ടേറിയറ്റിലുള്ള ധനകാര്യ വകുപ്പിൻ്റെ കീഴിലുള്ള ഒരു വകുപ്പാണ് ദേശീയ സമ്പാദ്യ വകുപ്പ് എന്നറിയപ്പെടുന്ന നാഷണൽ സേവിങ്സ് ഡിപ്പാർട്ട്മെൻറ്റ്. അപ്പോൾ ഇതിൻ്റെ അസിസ്റ്റൻ്റ് ഡയറക്ടർ തസ്തിക ആണ് ഈ നോട്ടിഫിക്കേഷനിലൂടെ നിങ്ങളിലേക്ക് എത്തുന്നത്. ഇനി നമുക്ക് ഈ തസ്തികയുടെ മറ്റു വസ്തുതകളിലേക്ക് കടക്കാം. ഇപ്പം നെയിം ഓഫ് പോസ്റ്റ് ഞാൻ സൂചിപ്പിച്ചതുപോലെ അസിസ്റ്റൻ്റ് ഡയറക്ടർ ഓഫ് നാഷണൽ സേവിങ്സ് ആണ്. ഇതിൻ്റെ ശമ്പളം, അപ്പോൾ അതിൽ ഒരു ആകർഷണീയമായ ശമ്പള സ്കെയിലുള്ള തസ്തികയാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. കാരണം ഇതൊരു ഗസറ്റഡ് പോസ്റ്റാണ്, ഡയറക്റ്റ് ഗസറ്റഡ് പോസ്റ്റാണ്. നമുക്ക് നേരിട്ട് ഗസറ്റഡ് തസ്തികയിലേക്ക് പ്രവേശിക്കാൻ കഴിയും. നമ്മൾ ശമ്പള സ്കെയിൽ പരിശോധിക്കുകയാണെങ്കിൽ 55,200 ആണ് സ്റ്റാർട്ടിങ് ശമ്പളം നിങ്ങൾക്ക് ബേസിക് പേ ആയിട്ട് ലഭിക്കുന്നത്. അത് 1,15,300 വരെ നിങ്ങൾ ഇൻക്രിമെൻ്റ് കിട്ടി പോകാൻ സാധ്യതയുണ്ട്. പക്ഷേ എന്നിരുന്നാലും നിങ്ങളുടെ എൻട്രി ബേസിക് പേ എന്ന് പറയുന്നത് 55,200 ബേസിക് പേ ആണ്. പിന്നെ ആ ബേസിക് പേയുടെ കൂടെ നിങ്ങൾക്ക് ലഭിക്കുന്ന, കറൻ്റ്ലി നിങ്ങൾക്ക് ലഭിക്കുന്ന DA 18% DA, ഒരു 4% കൂടെ ഉടൻ തന്നെ വരുമെന്ന് അറിയുന്നു. അങ്ങനെയാണെങ്കിൽ 22% DA, പിന്നെ HR നിങ്ങൾക്ക് കോർപ്പറേഷൻ ലിമിറ്റിലാണെങ്കിൽ 10%, മറ്റ് സ്ഥലങ്ങളിലൊക്കെ ആണെങ്കിൽ 8ഉം 4ഉം അങ്ങനെയൊക്കെ ലഭിക്കുന്നുണ്ട്. അത് നിങ്ങളെ പോസ്റ്റിംഗ് എവിടെയാണെന്ന് പോലെ ഇരിക്കും. പക്ഷെ എന്നിരുന്നാലും നമുക്ക് നല്ലൊരു ശമ്പളം ഗസറ്റഡ് തസ്തികയിൽ ലഭിക്കാൻ സാധ്യതയുള്ളൊരു തസ്തികയാണ് അസിസ്റ്റൻ്റ് ഡയറക്ടർ ഓഫ് നാഷണൽ സേവിങ്സ്. നമുക്ക് കഴിഞ്ഞ നോട്ടിഫിക്കേഷൻ ഏത് വർഷമാണ് വന്ന് എന്നുള്ളതെന്ന് പരിശോധിക്കാം. അപ്പം നിങ്ങൾക്ക് കഴിഞ്ഞ നോട്ടിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ 133, 134, 135 3 നോട്ടിഫിക്കേഷൻ നിങ്ങളിവിടെ കാണുന്നുണ്ട് അല്ലേ? അപ്പോൾ എന്താണ് ഈ 3 നോട്ടിഫിക്കേഷൻ വരാനുള്ള കാര്യം എന്നുള്ളതും കൂടി നമ്മൾ മനസ്സിലാക്കുക. അസിസ്റ്റൻ്റ് ഡയറക്ടർ ഓഫ് നാഷണൽ സേവിങ്സ് എന്ന തസ്തികയിൽ 3 രീതിയിലുള്ള റിക്രൂട്ട്മെൻ്റ് ആണ് നടക്കുന്നത്. അതായത് 3 നോട്ടിഫിക്കേഷനും 3 റാങ്ക് ലിസ്റ്റുമാണ് ഈ തസ്തികയ്ക്ക് വേണ്ടി PSC തയ്യാറാക്കുന്നത്. അപ്പോൾ ഇത് ഏതൊക്കെയാണ് ഈ 3 കാറ്റഗറി എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കുക. അപ്പോൾ അതിൽ നമുക്ക് കാറ്റഗറി 1, അതായത് ഇന്ന് കഴിഞ്ഞ നോട്ടിഫിക്കേഷനിൽ 133(20) എന്ന് പറയുന്നത് ബൈ ട്രാൻസ്ഫർ ആണ്. ബൈ ട്രാൻസ്ഫർ റിക്രൂട്ട്മെൻ്റ് ആണെന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കുക. ബൈ ട്രാൻസ്ഫർ ആണ്. അപ്പോൾ ഏത് ഡിപ്പാർട്ട്മെൻറ്റിലെ ഏത് തസ്തികകളിൽ നിന്നുള്ള ബൈ ട്രാൻസ്ഫർ എന്നും നമ്മൾ അറിയുക. റൂറൽ ഡെവലപ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ ജനറൽ എക്സ്റ്റൻഷൻ ഓഫീസേഴ്സ്, നേരത്തെ റൂറൽ ഡെവലപ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻ്റ് ആയിരുന്നു, ഇപ്പോൾ അത് LSDD എന്ന് പറയുന്നത് ഇൻ്റഗ്രേറ്റഡ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗമാണ്. അപ്പോൾ ആ ഡിപ്പാർട്ട്മെൻറ്റിലെ ജനറൽ എക്സ്റ്റൻഷൻ ഓഫീസർമാർക്കും ബൈ ട്രാൻസ്ഫർ മുഖേന എഴുതാൻ പറ്റുന്ന കാറ്റഗറിയാണ് കാറ്റഗറി 1. അതാണ് ആദ്യത്തെ നോട്ടിഫിക്കേഷനായിട്ട് വരുന്നത്. രണ്ടാമത്തതും ബൈ ട്രാൻസ്ഫർ ആണ്. ഇപ്പോൾ കാറ്റഗറി 2ഉം എന്താണ് ബൈ ട്രാൻസ്ഫർ തന്നെയാണ്. കാറ്റഗറി 2ഉം ബൈ ട്രാൻസ്ഫർ ആണ്. ഇപ്പോൾ കാറ്റഗറി 2 ആർക്കാണ് എഴുതാൻ കഴിയുന്നത്? അത് ഗവൺമെൻറ് സെക്രട്ടേറിയറ്റിലെ അഡ്മിനിസ്ട്രേറ്റീവ് സെക്രട്ടേറിയറ്റും ഫിനാൻസ് സെക്രട്ടേറിയറ്റിലുമുള്ള ഗവൺമെൻറ് സെക്രട്ടേറിയറ്റിലെ അഡ്മിനിസ്ട്രേറ്റീവ് സെക്രട്ടേറിയറ്റും ഫിനാൻസ് സെക്രട്ടേറിയറ്റ്, അതായത് നിങ്ങൾ GAD ഫിനാൻസ് എന്നൊക്കെ പറയുന്ന സെക്രട്ടേറിയറ്റ് വിങ്ങിലെ സീനിയർ ഗ്രേഡ് അസിസ്റ്റന്റുമാരും അസിസ്റ്റന്റ് സെക്ഷൻ ഓഫീസർമാരും, ശ്രദ്ധിക്കുക, അസിസ്റ്റന്റുമാർക്കല്ല, അതിൻ്റെ പ്രൊമോഷൻ പോസ്റ്റായ സീനിയർ ഗ്രേഡ് അസിസ്റ്റന്റും അടുത്ത രണ്ടാമത്തെ പ്രൊമോഷൻ പോസ്റ്റായ അസിസ്റ്റന്റ് സെക്ഷൻ ഓഫീസർമാർക്കും ബൈ ട്രാൻസ്ഫർ മുഖേന എഴുതാൻ കഴിയുന്ന കാറ്റഗറിയാണ് കാറ്റഗറി 2 എന്ന് പറയുന്നത്. അതാണ് രണ്ടാമത്തെ നോട്ടിഫിക്കേഷനായിട്ട് വരുന്നത്. അപ്പോൾ നിങ്ങളുടെ സംശയം എന്ന് പറയുന്നത് ഈ ഡയറക്റ്റ് എഴുതാൻ കഴിയുന്ന, അതായത് നിലവിൽ ഈ റൂറൽ ഡെവലപ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റിലെ എക്സ്റ്റൻഷൻ ഓഫീസർമാരോ അല്ലെങ്കിൽ ജനറൽ എക്സ്റ്റൻഷൻ ഓഫീസർമാരോ അല്ലാത്ത, അതുപോലെ ഗവൺമെൻറ് സെക്രട്ടേറിയറ്റിലെ GADയിലെയും ഫിനാൻസിലെയും സീനിയർ ഗ്രേഡ് അസിസ്റ്റന്റുമാർ, അസിസ്റ്റന്റ് സെക്ഷൻ ഓഫീസർമാർ എന്ന തസ്തികകളിൽ അല്ലെങ്കിൽ എന്നീ തസ്തികകളിൽ സേവനം അനുഷ്ഠിച്ചു കൊണ്ടിരിക്കുന്ന അതല്ലാത്ത പുറത്തുനിന്നുള്ള കാൻഡിഡേറ്റ്സ്
ഉദ്യോഗാർത്ഥികൾക്ക് എഴുതാൻ പറ്റുന്ന കാറ്റഗറി ഏതാണെന്നുള്ളത്. അത് കാറ്റഗറി 3 ആണ്, ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റ്. ബൈ ട്രാൻസ്ഫർ അല്ല, നേരിട്ടുള്ള നിയമനം. അപ്പോൾ അതാണ് ഈ 3 നോട്ടിഫിക്കേഷനിലൂടെ സൂചിപ്പിക്കുന്നത്. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾക്ക് ക്ലിയർ ആയല്ലോ. അപ്പോൾ 3 കാറ്റഗറി ആയിട്ടാണ് വരുന്നത്, കാറ്റഗറി 1, 2 ആൻഡ് 3. അപ്പോൾ നിങ്ങൾക്ക് നേരിട്ടുള്ള നിയമനത്തിനുള്ളത് കാറ്റഗറി 3 ആണ്. ഇനി നമുക്ക് ഈ റാങ്ക് ലിസ്റ്റ്, ഇപ്പോൾ നിലവിൽ റാങ്ക് ലിസ്റ്റ് ഉണ്ട്, അത് എന്താണ് നിലവിൽ വന്നതെന്ന് നോക്കാം. 12/3/2024 അത് റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നിരിക്കുന്നത്. അതായത് ഈ 2025 മാർച്ച് ആയപ്പോൾ 1 വർഷമായി, സെപ്റ്റംബർ മാസത്തോടു കൂടി 1.5 വർഷമായി അല്ലേ. മാർച്ച് കഴിഞ്ഞ് ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ. ഇപ്പോൾ സെപ്റ്റംബർ മാസത്തിൽ 1.5 വർഷം പൂർത്തീകരിച്ചിട്ടുണ്ട് ഈ റാങ്ക് ലിസ്റ്റ്. സ്വാഭാവികമായി കൃത്യമായ 3 വർഷ ഇടവേളകളിൽ റാങ്ക് ലിസ്റ്റുകൾ പ്രസിദ്ധീകരിക്കുന്ന ഒരു തസ്തികയാണെങ്കിൽ PSC സ്വീകരിക്കുന്ന ഒരു സൈക്കിൾ എന്ന് പറയുന്നത്, ഒരു റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്ന് 1.5 വർഷമാകുമ്പോഴാണ് അതിൻ്റെ നോട്ടിഫിക്കേഷന് വേണ്ടി PSC തയ്യാറെടുക്കുന്നത്. അപ്പോൾ അത്തരത്തിൽ ഈ ഒരു സൈക്കിൾ നോക്കുകയാണെങ്കിൽ 1.5 വർഷം പൂർത്തീകരിച്ച റാങ്ക് ലിസ്റ്റ് നിലവിലുള്ളത് കൊണ്ട് തന്നെ, അല്ലെങ്കിൽ നിലവിലുള്ള റാങ്ക് ലിസ്റ്റ് 1.5 വർഷം പൂർത്തീകരിച്ചത് കൊണ്ട് തന്നെ അടുത്ത നോട്ടിഫിക്കേഷന് PSC തയ്യാറെടുക്കുന്നുണ്ടാകും. അത് PSC ഔദ്യോഗികമായി നിങ്ങൾ അറിയിക്കേണ്ടതാണ്. പക്ഷേ ഈ ഒരു പ്രോസസ്സ് ഇങ്ങനെ ആയതുകൊണ്ട്, ഈ സൈക്കിൾ ഇങ്ങനെ ആയതുകൊണ്ട് ഒരു പക്ഷേ PSC ഈ ഒരു നോട്ടിഫിക്കേഷൻ്റെ പ്രസിദ്ധീകരണത്തിന് വേണ്ടി, അല്ലെങ്കിൽ നോട്ടിഫിക്കേഷൻ റിലീസ് ചെയ്യുന്നതിൻ്റെ നടപടികൾ സ്വീകരിച്ച് തുടങ്ങിയിട്ടുണ്ടാകും. കാരണം സെപ്റ്റംബർ മാസം 1.5 വർഷം പൂർത്തീകരിച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്, ഇങ്ങനെ ഒരു നോട്ടിഫിക്കേഷൻ വന്നാൽ, ഇപ്പോൾ ഒക്ടോബറിലോ അല്ലെങ്കിൽ ഇനിയിപ്പോൾ ഒക്ടോബറിൽ എനിക്ക് തോന്നുന്നത് സമയം ഇല്ല എന്ന് തോന്നുന്നു. കാരണം കമ്മീഷൻ യോഗം ഇനി ഒരു മൺഡേയും കൂടി ഉള്ളൂ. ഒരു പക്ഷേ നവംബറിലോ ഡിസംബറിലോ ഒരു നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ ആ നോട്ടിഫിക്കേഷൻ പ്രകാരമുള്ള റാങ്ക് ലിസ്റ്റ് എന്ന് നിലവിൽ വരും. അത് നിലവിൽ വന്ന തീയതി മുതൽ എന്ന് വരെ അത് പ്രാബല്യത്തിൽ കാണും എന്നുള്ളത് കൂടി നമുക്ക് നോക്കാം. കഴിഞ്ഞ റാങ്ക് ലിസ്റ്റ് മാർച്ച് 12, 2024 വന്ന സ്ഥിതിക്ക് അടുത്ത റാങ്ക് ലിസ്റ്റ് കൃത്യമായ അതേ ദിവസം തന്നെ റാങ്ക് ലിസ്റ്റ് അവർ ഇടാൻ PSC ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ 12 മാർച്ച് 2027 ഈ അടുത്ത റാങ്ക് ലിസ്റ്റ് ഇടണം. 12 മാർച്ച് 2027 അടുത്ത റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കും. അതിൻ്റെ കാലാവധി അവസാനിക്കുന്നത് 11 മാർച്ച് 2030. അതായത് ഇനിയൊരു റാങ്ക് ലിസ്റ്റ് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ പ്രാബല്യ കാലാവധി എന്ന് പറയുന്നത് 2027 മാർച്ച് മുതൽ 2030 മാർച്ച് വരെയാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. ഇനി നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം, ഈ ഡിപ്പാർട്ട്മെൻറ്റിൽ ഉള്ള തസ്തികകളുടെ എണ്ണമാണ്. അപ്പോൾ ഇതൊക്കെ നമ്മൾ വളരെ കൃത്യമായി അറിഞ്ഞിരിക്കണം. ഒരു നോട്ടിഫിക്കേഷൻ പുറത്തേക്ക് വരുന്നു എന്ന വാർത്തകൾ നമ്മൾ അറിയുമ്പോൾ, അല്ലെങ്കിൽ അറിഞ്ഞു തുടങ്ങുമ്പോൾ, ഈ ഒരു നോട്ടിഫിക്കേഷനിലൂടെ നമുക്ക് എന്തെല്ലാം സാധ്യതകളാണ് നമ്മുടെ മുന്നിൽ ഉള്ളത് എന്ന് ഒരു ഉദ്യോഗാർത്ഥി എന്നുള്ള നിലയിൽ നമ്മൾ വളരെ വ്യക്തമായി അറിഞ്ഞിരുന്നാൽ അതനുസരിച്ച് നമുക്ക് പ്രിപ്പയർ ചെയ്യാനും, അതനുസരിച്ച് ഉള്ള അതനുസരിച്ചുള്ള പഠന ക്രമീകരണങ്ങൾ നടത്തുവാനും, നമ്മുടെ സാധ്യതകൾ മനസ്സിലാക്കി നമുക്ക് മുന്നേറുവാനും കഴിയും. അപ്പം അതുകൊണ്ട് അത്തരത്തിലുള്ള വ്യക്തതകൾ ഈ തസ്തികയിൽ വരുത്തുവാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഈ വീഡിയോയുടെ ചേതോ വികാരം തന്നെ ഇതിൻ്റെ പിന്നിലെ യഥാർത്ഥ വസ്തുതകൾ നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഈ തസ്തികകൾ, അതായത് അസിസ്റ്റന്റ് ഡയറക്ടർ ഓഫ് നാഷണൽ സേവിങ്സ് എന്ന് പറയുന്ന തസ്തികയും അതിൻ്റെ പ്രൊമോഷൻ തസ്തികകളും, അത് എത്ര പോസ്റ്റുകളാണ് ഈ ഡിപ്പാർട്ട്മെൻറ്റിൽ ഉള്ളത് എന്ന് നമുക്ക് പരിശോധിക്കാം. അസിസ്റ്റന്റ് ഡയറക്ടർ നിങ്ങളുടെ എൻട്രി പോസ്റ്റാണ്. അപ്പോൾ ഈ പോസ്റ്റിൻ്റെ എണ്ണം എന്ന് പറയുന്നത് 19 ആണ്. അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അസിസ്റ്റന്റ് ഡയറക്ടർ ഓഫ് നാഷണൽ സേവിങ്സ് എന്ന് പറയുന്ന ഈ ഗസറ്റഡ് പോസ്റ്റിൻ്റെ വകുപ്പിലെ തസ്തികകളുടെ എണ്ണം എന്ന് പറയുന്നത് 19 എണ്ണം മാത്രമാണ് എന്ന സത്യാവസ്ഥ കൂടി നിങ്ങൾ മനസ്സിലാക്കുക. ഇനി അതിൻ്റെ തൊട്ടടുത്ത പ്രൊമോഷൻ പോസ്റ്റ് ആയിട്ടുള്ള ഡെപ്യൂട്ടി ഡയറക്ടർ DD, ഇത് 12 എണ്ണം മാത്രമാണ് എന്നുള്ളതും കൂടി അറിഞ്ഞിരിക്കുക. 13 എണ്ണമായിരുന്നു. ഒരെണ്ണം KAS വേണ്ടി മാറ്റി വെച്ചിരിക്കുകയാണ്. കാരണം ഈ വകുപ്പിലെ സെക്കൻഡ് ഗസറ്റഡ് പോസ്റ്റാണ് ഡെപ്യൂട്ടി ഡയറക്ടർ എന്ന് പറയുന്നത്. ഈ വകുപ്പിലെ സെക്കൻഡ് ഗസറ്റഡ് പോസ്റ്റാണ്. ഓക്കെ, അപ്പോൾ 13 എണ്ണം ഉണ്ടായിരുന്നു DD പോസ്റ്റ്. ഇപ്പോൾ 12 എണ്ണം മാത്രമേ ഉള്ളൂ. ഒരെണ്ണം KAS വേണ്ടി മാറ്റി വെച്ചു. ഇനി അടുത്ത പ്രൊമോഷൻ പോസ്റ്റ് എന്ന് പറയുന്നത്, ഈ വകുപ്പിൽ സാധാരണ മറ്റ് വകുപ്പുകളിലുള്ള ജോയിന്റ് ഡയറക്ടർ എന്ന് പറയുന്ന തസ്തിക ഇല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഡെപ്യൂട്ടി ഡയറക്ടർ കഴിഞ്ഞാൽ പിന്നെ ഉള്ള പ്രൊമോഷൻ തസ്തിക എന്ന് പറയുന്നത് അഡീഷണൽ ഡയറക്ടറാണ്. അഡീഷണൽ ഡയറക്ടർ പോസ്റ്റ് 1 മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ ഈ വകുപ്പിലെ പോസ്റ്റ് ഡയറക്ടർ ഓഫ് നാഷണൽ സേവിങ്സ് ആണ്. അത് നിലവിൽ IAS IAS എന്നോ അല്ല സർക്കാർ നിയമിക്കുന്നത്.
നിലവിൽ സർക്കാരിന് വേണമെങ്കിൽ ഈ വകുപ്പിലെ ഒരു ഉദ്യോഗസ്ഥനെ തന്നെ ഡയറക്ടർ ആക്കാം. പക്ഷേ നിലവിൽ സർക്കാർ ഇതൊരു സെലക്ഷൻ പോസ്റ്റ് ആയതുകൊണ്ട് തന്നെ സർക്കാർ ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റിലെ ജോയിന്റ് സെക്രട്ടറി, അഡീഷണൽ സെക്രട്ടറി തസ്തികയിലുള്ളവരെയാണ് ഇവിടുത്തെ ഡയറക്ടറായിട്ട് ദിസ് പോയിന്റ് ഓഫ് ടൈം ഞാൻ ഈ സംസാരിക്കുന്ന സമയത്ത് പോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ഈ വകുപ്പിലെ ഒരാൾക്ക് പ്രൊമോഷൻ ഇപ്പോൾ നമുക്ക് പറയാൻ കഴിയില്ല. ഇപ്പോൾ നമുക്ക് അഡീഷണൽ ഡയറക്ടർ വരെ മാത്രമേ പറയാൻ കഴിയുള്ളൂ. അപ്പം നിങ്ങൾ മനസ്സിലാക്കുക, ഈ വകുപ്പിൽ 3 തസ്തികകളിലേക്കാണ് നിങ്ങൾക്ക് എൻട്രി കിട്ടുന്നത്. ഒന്ന് ഡയറക്റ്റ് എൻട്രി അസിസ്റ്റന്റ് ഡയറക്ടറിലേക്കും, പിന്നെ പ്രൊമോഷൻ മുഖേന ഡെപ്യൂട്ടി ഡയറക്ടറിലേക്കും അഡീഷണൽ ഡയറക്ടറിലേക്കുമാണ് ലഭിക്കുന്നത്. അപ്പോൾ പോസ്റ്റുകളുടെ എണ്ണം നമ്മൾ നോക്കുകയാണെങ്കിൽ 19ഉം 12ഉം 1ഉം 32 പോസ്റ്റുകൾ മാത്രമേ ഈ ഒരു കേഡറിൽ, ഈ ഒരു ഹൈറാർക്കിയിൽ ഈ വകുപ്പിൽ ഉള്ളൂ എന്നുള്ള സത്യാവസ്ഥ നമ്മൾ മനസ്സിലാക്കുക. 32 തസ്തികകൾ മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ നിലവിൽ വേക്കൻസി ഉണ്ടോ എന്നുള്ളതാണ്. നിലവിൽ ഒരു വേക്കൻസിയും ഈ വകുപ്പിലില്ല. 32 തസ്തികകളിലും ആളുണ്ട്, റാങ്ക് ലിസ്റ്റ് നിലവിലുണ്ട്. അപ്പോൾ പിന്നെ ഒരു നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ ഈ പീരീഡ് ഉണ്ടല്ലോ, അടുത്ത റാങ്ക് ലിസ്റ്റിൻ്റെ ഒരു പീരീഡ് 2027 12 മാർച്ച് മുതൽ 2030 11 മാർച്ച് വരെ വരാൻ പോകുന്ന റാങ്ക് ലിസ്റ്റിൻ്റെ കാലാവധി ഉണ്ടല്ലോ, ആ കാലാവധിയിൽ എന്തെങ്കിലും വേക്കൻസിക്ക് സാധ്യത ഉണ്ടോ എന്നുള്ളതാണ് നമ്മൾ പരിശോധിക്കുന്നത്. നമുക്ക് നോക്കാം. റിട്ടയർമെൻറ്റ് ഡ്യൂറിങ് ദിസ് പീരീഡ്. ഏത് പീരീഡ്? നിങ്ങളുടെ വരാൻ പോകുന്ന നോട്ടിഫിക്കേഷൻ്റെ റാങ്ക് ലിസ്റ്റിൻ്റെ പീരീഡായ 2027 മാർച്ച് 12 മുതൽ 2030 മാർച്ച് 31 വരെ, മാർച്ച് 11 വരെ, 31 മാർച്ച് 11 വരെ 3 വർഷം എടുക്കുകയാണെങ്കിൽ ഈ റാങ്ക് ലിസ്റ്റിൻ്റെ ഈ പീരീഡ് സമയത്ത് അല്ലെങ്കിൽ ആ കാലാവധിക്കുള്ളിൽ ആകെ സംഭവിക്കാനുള്ള സാധ്യതകൾ എന്ന് പറയുന്നത് ഒന്ന് റിട്ടയർമെൻറ്റാണ്. ഒരു പോസ്റ്റ് ക്രിയേഷനും ഈ വകുപ്പിൽ സാധ്യത ഇല്ല എന്നുള്ള സത്യം കൂടെ നിങ്ങൾ മനസ്സിലാക്കുക. ഒരു പോസ്റ്റും ക്രിയേറ്റ് ചെയ്യാൻ സാധ്യത വളരെ വളരെ മൈന്യൂട്ട് ചാൻസ് ആണ്, മൈക്രോസ്കോപ്പിക് ചാൻസ് ആണെന്ന് നമുക്ക് പറയാം. അങ്ങനെ ഒരു പുതിയ പോസ്റ്റ് ഒന്നും ഇവിടെ ക്രിയേറ്റ് ചെയ്യാൻ സാധ്യതയില്ല. അപ്പോൾ റിട്ടയർമെൻ്റ് ആണ് വേക്കൻസി വരാനുള്ള ആദ്യത്തെ സാധ്യത. റിട്ടയർമെൻറ്റ് നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ അസിസ്റ്റന്റ് ഡയറക്ടറിൽ ഈ പീരീഡിൽ 2 പേരാണ് റിട്ടയർ ആകുന്നത്. ഡെപ്യൂട്ടി ഡയറക്ടറിൽ ഒരാളും അഡീഷണൽ ഡയറക്ടറിൽ ഒരാളും. അതായത് ഇപ്പോൾ അഡീഷണൽ ഡയറക്ടറായിട്ടിരിക്കുന്ന ആ ഉദ്യോഗസ്ഥൻ 2027 മെയ് മാസം റിട്ടയർ ചെയ്യുന്നുണ്ട്. അങ്ങനെ 4 പേരാണ് ഈ വകുപ്പിൽ നിങ്ങളുടെ വരാൻ പോകുന്ന റാങ്ക് ലിസ്റ്റ് കാലഘട്ടത്തിൽ റിട്ടയർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ 4 വേക്കൻസി. ഇനി നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, ഈ 4 നിങ്ങൾക്ക് വേക്കൻസിയായി വരാൻ പോകുന്നില്ല. കാരണം ഒരു ലീവ് വേക്കൻസി ഉണ്ട്, അതാണ് ഇപ്പോൾ ഫില്ല് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ലീവ് കഴിഞ്ഞ് തിരികെ ജോയിൻ ചെയ്യുന്ന ആൾക്ക് വേണ്ടി ഒരു വേക്കൻസി മാറ്റിവെക്കും. അങ്ങനെയാണെങ്കിൽ അതിൽ നിന്ന് 1 പോയാൽ പിന്നെ 3 മാത്രമേ ഉള്ളൂ. അപ്പോൾ 3 വേക്കൻസിയാണ് നിങ്ങൾക്ക് ഈ പീരീഡ് റിട്ടയർമെൻറ്റ് വേക്കൻസി നിങ്ങൾക്ക് കിട്ടാനുള്ള സാധ്യത. അതിൽ ഒരെണ്ണം ലീവ് കഴിഞ്ഞ് തിരികെ എത്തുന്ന ആൾക്ക് അവർ മാറ്റിവെക്കും വകുപ്പ്. ഓക്കെ, അപ്പോൾ 3 വേക്കൻസി റിട്ടയർമെൻറ്റിൽ വരും. ഇനി വരാൻ സാധ്യത ചാൻസ് ഫോർ റിപ്പാട്രിയേഷൻ. റിപ്പാട്രിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞു 3 കാറ്റഗറിയിലാണ് റിക്രൂട്ട്മെൻറ്റ് നടക്കുന്നത്. അതിലെ 2ാമത്തെ കാറ്റഗറിയായ സെക്രട്ടേറിയറ്റിലെ സീനിയർ ഗ്രേഡ് അസിസ്റ്റന്റ് സെക്ഷൻ ഓഫീസർമാർ. അപ്പോൾ ഈ തസ്തികയിലുള്ള ഉദ്യോഗസ്ഥർ അവരിൽ പലരും ഈ വകുപ്പിൽ തുടരില്ല. അവർ ഒരു ഇടവേള എന്നുള്ള നിലയിൽ വരുന്നതായിരിക്കാം. ഒരു 5 വർഷം എന്നുള്ള ഒരു ഇതുണ്ട്, അവർക്ക് ലീനുണ്ട് സെക്രട്ടേറിയറ്റിൽ. അപ്പോൾ അവർക്ക് 5 വർഷത്തിനുള്ളിൽ അവർക്ക് അവരുടെ സീനിയോറിറ്റി പ്രൊമോഷനൊന്നും തന്നെ ബാധിക്കാതെ തന്നെ തിരികെ പോകാനുള്ള വ്യവസ്ഥ ഉണ്ട് ചട്ടപ്രകാരം. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ തിരികെ പോകുന്ന പ്രക്രിയയാണ് നമ്മൾ റിപ്പാട്രിയേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇപ്പോൾ നിലവിൽ 6 പേരാണ് അങ്ങനെ സെക്രട്ടേറിയറ്റുകാർ ഈ സർവീസിലുള്ളത് അസിസ്റ്റന്റ് ഡയറക്ടർമാരായി. അതിൽ 3 പേര് തിരികെ പോകാനുള്ള സാധ്യത കാണുന്നുണ്ട്. മാക്സിമം 3 പേര് പോകാനുള്ള സാധ്യത കാണുന്നുണ്ട്. അങ്ങനെ 3 പേര് തിരികെ പോവുകയാണെങ്കിൽ ആ ഒരു 3 വേക്കൻസി കൂടെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ 4 പേരായിരിക്കാം, എന്നാലും നമുക്ക് അങ്ങനെ ഉറപ്പിച്ച് പറയാൻ കഴിയുന്ന 3 പേരാണ് ഉള്ളത്. അപ്പോൾ ആ 3 പേരും തിരികെ പോവുകയാണെങ്കിൽ ഒരു 3 വേക്കൻസികൾ ഉണ്ടാവും. അപ്പോൾ ഈ 3 റിട്ടയർമെൻറ്റിൻ്റെ 3 വേക്കൻസിയും ഈ റിപ്പാട്രിയേഷൻ്റെ 3 വേക്കൻസി ഉൾപ്പെടെ 6 വേക്കൻസിയാണ് നിങ്ങളുടെ ഈ റാങ്ക് ലിസ്റ്റ് കാലാവധിയിൽ ഉണ്ടാകാനുള്ള സാധ്യത. ഓക്കെ, അടുത്ത നമ്മൾ ഈ പരീക്ഷയുടെ സിലബസ് ഒരു കാര്യം കൂടെ പറയാം. ഈ 6 വേക്കൻസി എന്ന് ഞാൻ പറഞ്ഞല്ലോ, 6 വേക്കൻസി. ഈ 6 വേക്കൻസി ഈ 3 വിഭാഗങ്ങളിലായിട്ടാണ് കിട്ടുന്നത്. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കുക, ഇപ്പോൾ 6 വേക്കൻസി വരികയാണെങ്കിൽ കാറ്റഗറി 1 ഉണ്ട്, കാറ്റഗറി 2 ഉണ്ട്, നിങ്ങളുടെ ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റ് കാറ്റഗറി 3 ഉണ്ട്. ഓക്കെ, അപ്പോൾ 6 വേക്കൻസി വരികയാണെങ്കിൽ ആദ്യത്തെ വേക്കൻസി കാറ്റഗറി 1-ന് പോകും, 2ാമത്തെ വേക്കൻസി കാറ്റഗറി 2-ന് പോകും, 3ാമത്തെ വേക്കൻസി കാറ്റഗറി 3-ന് പോകും, 4ാമത്തെ വേക്കൻസി കാറ്റഗറി 1-ന് വീണ്ടും പോകും, 5ാമത്തെ വേക്കൻസി കാറ്റഗറി 2-ന് പോകും, 6ാമത്തെ വേക്കൻസി കാറ്റഗറി 3-ക്ക് വീണ്ടും പോകും. അപ്പോൾ
നിങ്ങൾക്ക് കിട്ടാൻ സാധ്യത 2 വേക്കൻസിയാണ്. നിലവിലത്തെ സാഹചര്യത്തിൽ റിട്ടയർമെൻറ്റും റിപ്പാട്രിയേഷൻ്റെ ചാൻസൊക്കെ നോക്കി ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റിന് കിട്ടാനുള്ള സാധ്യത 2 വേക്കൻസിയാണ്. ഈ 2 വേക്കൻസി എന്ന് പറയുമ്പോൾ അപ്പോൾ നിങ്ങൾക്ക് ഏത് റാങ്ക് വാങ്ങിച്ചാൽ ഈ ജോലി ലഭിക്കും എന്നുള്ളത് കൂടെ നിങ്ങൾ മനസ്സിലാക്കുക. ഓപ്പൺ കാറ്റഗറിക്ക് ആണെങ്കിൽ 1-ാം റാങ്ക് വാങ്ങിച്ചാലാണ് ഈ ജോലി കിട്ടാനുള്ള സാധ്യത. പിന്നെ റിസർവേഷൻ ഒരാൾക്ക് ചിലപ്പോൾ ഒരു ടേൺ BC ടേൺ കിട്ടും. അത് ആ റിസർവേഷൻ ലാസ്റ്റ് റൊട്ടേഷൻ എവിടെ നിൽക്കുന്നു എന്നതനുസരിച്ചുള്ളതായിരിക്കും അടുത്ത റിസർവേഷൻ ടേണും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ സാധ്യത. അപ്പോൾ ഈ നോട്ടിഫിക്കേഷൻ്റെ വാർത്തകളൊക്കെ പുറത്തേക്ക് വരുമ്പോഴത്തേക്ക് ഈ വസ്തുതകൾ കൂടി നമ്മൾ മനസ്സിലാക്കി വേണം ഈ പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കേണ്ടതും ഈ പരീക്ഷയ്ക്ക് വേണ്ടി നമ്മൾ സമയം ചെലവഴിക്കേണ്ടതും. അത് നമ്മൾ ഇതിനെക്കുറിച്ചൊന്നൊരു ധാരണ ഇല്ലാതെ നമ്മൾ ഈ ഒരു പരീക്ഷയ്ക്ക് വേണ്ടി, അതായത് ഈ തസ്തികയെക്കുറിച്ചും ഇതിൻ്റെ സാധ്യതകളെക്കുറിച്ചും നല്ല വ്യക്തമായ ധാരണ ഇല്ലാതെ നമ്മൾ പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുത്തു കഴിഞ്ഞാൽ അത് ഒരു പക്ഷേ നമുക്ക് ചിലപ്പോൾ ഒരു നെഗറ്റീവായിട്ടുള്ളൊരു ഇമ്പാക്റ്റ് ആയിരിക്കും ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് നല്ല ധാരണയോടുകൂടി പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുക. ഏത് റാങ്കൊക്കെ വാങ്ങിച്ചാലാണ് ഇത് കിട്ടുന്നത് എന്നുള്ള ബോധം നമുക്കുണ്ടാവണം. എത്ര വേക്കൻസിയാണ് ഈ പീരീഡിൽ വരാൻ സാധ്യത എന്നുള്ളതൊക്കെ നമ്മൾ കൃത്യമായി മനസ്സിലാക്കുക. പക്ഷേ ഇതിലെ നേട്ടമെന്ന് പറയുന്നത് കിട്ടിക്കഴിഞ്ഞാൽ നല്ലൊരു പോസ്റ്റിലേക്ക്, നല്ല പോസ്റ്റ് ഞാൻ പറയാൻ കാര്യം അതിന് ഒരുപാട് മാനദണ്ഡങ്ങളുണ്ട്. ഒന്നാമത്തെ മാനദണ്ഡം അതിൻ്റെ സ്കെയിൽ ഓഫ് പേ തന്നെ 55,200 എന്ന് പറയുന്ന ബേസിക് പേ ആണ്. അതിൻ്റെ കൂടെ നിങ്ങൾക്ക് DA ഉണ്ട് അല്ലേ 18, പിന്നെ ഉടനെ തന്നെ 22% ആവും. പിന്നെ HR എല്ലാം കൂടെ ഇപ്പോൾ 10% HR കിട്ടുന്ന കോർപ്പറേഷൻ ലിമിറ്റിലാണെങ്കിൽ 32%, 55ൻ്റെ 32% മനസ്സിലായല്ലോ. അപ്പോൾ ഏകദേശം ഒരു 80,000 അടുപ്പിച്ചൊക്കെ വരുന്നു തോന്നുന്നു. ഞാൻ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയിട്ടില്ല. പക്ഷേ ആ ഒരു ലെവലിലേക്കുള്ള ഫസ്റ്റ് സാലറി തന്നെ നിങ്ങൾക്ക് ലഭിക്കും. അത് മാത്രമല്ല, നിങ്ങളിപ്പോൾ LSD സെക്രട്ടറിയൊക്കെ മത്സരിച്ച് പരാജയപ്പെട്ടോ അല്ലെങ്കിൽ റാങ്ക് ലിസ്റ്റിൽ നിങ്ങൾ വിചാരിക്കുന്ന ഒരു പൊസിഷനിൽ എത്താൻ നിൽക്കുന്ന ആൾക്കാരാണെങ്കിൽ അവർക്ക് വലിയൊരു സാധ്യതയാണ് മുന്നിലുള്ളത്. കാരണം വലിയ സാധ്യത എന്ന് ഞാൻ പറഞ്ഞത് വേക്കൻസിയുടെ കാര്യത്തിലല്ല, ഇവ ശമ്പളത്തിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ LSD സെക്രട്ടറി 51,400 മാത്രമാണ് അവരുടെ ബേസിക് പേ. 51,400 ആണ് LSD സെക്രട്ടറിയുടെ എൻട്രി ബേസിക് എന്ന് പറയുന്നത്. പക്ഷേ അസിസ്റ്റൻറ്റ് ഡയറക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 55,200 ആണ്. ഏകദേശം 3,800-4,000 രൂപ ബേസിക് പേ തന്നെ ഉയർന്നു നിൽക്കുന്ന ഒരു തസ്തികയാണ് അസിസ്റ്റൻറ്റ് ഡയറക്ടർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ ആ ഒരു LSD സെക്രട്ടറി ആയിട്ട് നോക്കുമ്പോൾ അങ്ങനെ തന്നെ ഒരു നല്ല വ്യത്യാസം തോന്നുന്നു. ഇനി ജോലി, LSD സെക്രട്ടറിയുടെ 10-1 ജോലി ഭാരം ഇല്ലാത്ത ഒരു തസ്തികയാണ്. 10-1 എന്ന് പറയുന്നതിൽ വേണമെങ്കിൽ 100-1 വേണമെങ്കിൽ നമുക്ക് പറയാം. അത് അതിശയോക്തി ഇല്ല. അതിൽ ജോലി ഭാരം വളരെ കുറവുള്ള ജോലി ഇല്ല എന്നല്ല ഞാൻ പറഞ്ഞത്. നമുക്ക് അതിൻ്റെ അത്ര വലിയ ടെൻഷൻ ഇപ്പോൾ LSD സെക്രട്ടറിയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു ഗസറ്റഡ് പോസ്റ്റ് ഇരിക്കുമ്പോൾ ഉള്ള അത്ര വലിയൊരു ടെൻഷനോ മറ്റു കാര്യങ്ങളൊന്നും ഇല്ലാതെ വളരെ റിലാക്സ്ഡ് ആയിട്ട് വളരെ കൂളായിട്ട് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു പോസ്റ്റാണ്. അപ്പോൾ അത്രയും വലിയ സാധ്യതകൾ ഇതിൻ്റെ മുന്നിലുണ്ട്. പക്ഷേ വേക്കൻസിയുടെ കാര്യം ഞാൻ ഈ പറഞ്ഞതാണ് ഇതിൻ്റെ സത്യാവസ്ഥ. ഓക്കെ, അപ്പോൾ എന്ന് കരുതി നമ്മൾ മത്സരിക്കാതിരിക്കരുത്. നമുക്ക് അവസരം വിനിയോഗിക്കുക. ഒരു പക്ഷേ നമുക്ക് 1-ാം റാങ്കോ 2-ാം റാങ്കോ റിസർവേഷൻ ടേൺ പ്രകാരം നമുക്ക് അടുത്ത ടേൺ നമ്മുടെ കാസ്റ്റൊക്കെ ആണെങ്കിൽ നമുക്കത് വലിയൊരു നമ്മൾ മത്സരിക്കാതിരിക്കരുത്. മനസ്സിലായല്ലോ ഞാൻ പറഞ്ഞത്? നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം നമ്മുടെ മുന്നിലൊരു അവസരം വന്നു കഴിഞ്ഞാൽ അത് നമ്മൾ വിനിയോഗിക്കുക. പക്ഷേ അതിൻ്റെ യഥാർത്ഥ ചിത്രം മനസ്സിലാക്കി വേണം നമ്മളതിനു വേണ്ടി പരിശ്രമിക്കേണ്ടത്. ഒരു പക്ഷേ നമുക്ക് ചിലപ്പോൾ 1-ാം റാങ്ക് കിട്ടിക്കൂടാന്നില്ലല്ലോ. നമ്മൾ നന്നായി പ്രിപ്പയർ ചെയ്ത് ചിലപ്പോൾ 1-ാം റാങ്ക് നമുക്ക് കിട്ടിയെന്ന് വരും. അത് മാത്രമല്ല, ചിലപ്പോൾ 2-3 വേക്കൻസി വരുമ്പോഴത്തേക്ക് ഒരു റിസർവേഷൻ ടേൺ വരികയാണെങ്കിൽ നമ്മുടെ കാസ്റ്റ് കമ്മ്യൂണിറ്റി ഏതാണോ അതാണ് അടുത്ത റിസർവേഷൻ ടേണെങ്കിൽ അങ്ങനെയൊക്കെ നമ്മൾ ഈ ജോലിയിലേക്ക് പ്രവേശിക്കാൻ സാധ്യത ഉണ്ട്. അപ്പോൾ നമ്മൾ മത്സരിക്കേണ്ട, അല്ലെങ്കിൽ ഇത്രയും സാധ്യത കുറവുള്ള വേക്കൻസി കുറവുള്ളതാണെന്നും പറഞ്ഞ് നിങ്ങളത് മാറ്റി നിർത്തരുത്. മനസ്സിലായല്ലോ? അതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. മുന്നിലൊരു അവസരമുണ്ടോ, ഒരു ഡിഗ്രി മാത്രം മതി, മറ്റൊന്ന് അഡീഷണൽ ക്വാളിഫിക്കേഷൻ വേണ്ട, നിങ്ങൾക്ക് ഗ്രാജുവേഷൻ മാത്രം മതി. മറ്റേതൊരു സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ് പോലെയോ കമ്പനി ബോർഡ് അസിസ്റ്റൻറ്റ് പോലെയോ LSD സെക്രട്ടറി പോലെയൊക്കെ ഡിഗ്രി മാത്രം മതി. അപ്പോൾ അത്തരത്തിലുള്ളവർക്ക് ഇങ്ങനെ ഒരു നോട്ടിഫിക്കേഷൻ പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ അത് വലിയൊരു സാധ്യതയാണ്. ഞാൻ വലിയ സാധ്യത എന്ന് പറഞ്ഞത് വീണ്ടും ആവർത്തിക്കുന്നു, വേക്കൻസിയുടെ എണ്ണത്തിലല്ല, ഈ പോസ്റ്റിൻ്റെ എത്ര വലിയൊരു പോസ്റ്റാണ്, അല്ലെങ്കിൽ അതിൻ്റെ ശമ്പള സ്കെയിൽ എത്ര വലുതാണ് എന്നുള്ള രീതിയിലും ഇതിന് അത്ര വലിയ ജോലി ഭാരമില്ല എന്നുള്ള നിലയിലുമാണ് വലിയ സാധ്യത എന്ന് പറയുന്നത്. മാത്രമല്ല, നിങ്ങളെ എൻട്രി തന്നെ ഒരു ഗസറ്റഡ് ഓഫീസറായിട്ടാണ്. മനസ്സിലായല്ലോ? ഇപ്പോൾ വളരെ പ്രായം കുറഞ്ഞ ആൾക്കാരൊക്കെ ഗസറ്റ് ഓഫീസർ ആയി കഴിഞ്ഞാൽ ഒത്തിരി വർഷം അവർക്ക് ഗസറ്റ് ഓഫീസറായിട്ട് പെട്ടെന്ന് തന്നെ DD ആകാൻ കഴിയും. കാരണം DD 12 പോസ്റ്റ് ഉള്ളത് കൊണ്ട് തന്നെ ഒരു 5 വർഷത്തിനുള്ളിൽ തന്നെ ഡെപ്യൂട്ടി ഡയറക്ടർ തസ്തികയിലേക്ക് എത്താൻ കഴിയും. ഡെപ്യൂട്ടി ഡയറക്ടർ എന്ന് പറഞ്ഞാൽ ഡിസ്ട്രിക്ട് ഓഫീസറാണ്, ജില്ലാ ഓഫീസറാണ്. അത് കഴിഞ്ഞാൽ അഡീഷണൽ ഡയറക്ടർ എല്ലാവരും ഒന്നും ആകില്ല, ഒരു പോസ്റ്റ് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് അത് ഏറ്റവും പ്രായം കുറഞ്ഞ ആൾക്കാർക്കൊക്കെ അതിന് സാധ്യതയുള്ളൂ.
പക്ഷേ എൻട്രി ഒരു ഗസറ്റ് ഓഫീസർ ആയതുകൊണ്ട് തന്നെ നല്ലൊരു എന്താണ് തുടക്കം നിങ്ങൾക്ക് കരിയറിൽ ലഭിക്കും. ഒരു ഗസറ്റഡ് തസ്തികയിലേക്ക് നിങ്ങൾക്ക് പ്രവേശിക്കാൻ കഴിയും. പക്ഷേ ഇതിലൊരു പരിമിതി എന്ന് പറയുന്നത് ഇതിൻ്റെ വേക്കൻസിയുടെ പ്രശ്നം തന്നെയാണ്. അപ്പോൾ അതിൻ്റെ സത്യാവസ്ഥയാണ് ഞാൻ നിങ്ങളിലേക്ക് എത്തിച്ചത്. അപ്പോൾ അത് വേക്കൻസിയുടെ എണ്ണവും നമ്മൾ നോക്കണ്ട. നോട്ടിഫിക്കേഷൻ വരികയാണെങ്കിൽ നിങ്ങൾ നന്നായി പഠിക്കുക, നന്നായി പ്രിപ്പയർ ചെയ്യുക, പരിശ്രമിച്ച് നോക്കുക, മത്സരിച്ച് നോക്കുക. ജസ്റ്റ് ഗിവ് എ ട്രൈ. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ കഴിഞ്ഞ സിലബസ് നോക്കുകയാണെങ്കിൽ പ്രിലിംസ് ഉണ്ടായിരുന്നു. മറ്റ് കഴിഞ്ഞ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റിൻ്റെ കൂടെയൊക്കെ ആയിരുന്നു പ്രിലിംസ്. അപ്പോൾ ഇപ്പോൾ നോട്ടിഫിക്കേഷൻ വരികയാണെങ്കിൽ ഇനി വരാൻ പോകുന്ന ഡിഗ്രി പ്രിലിംസിൻ്റെ കൂടെയൊക്കെ ആയിരിക്കാം പ്രിലിംസ്, പറയാൻ കഴിയില്ല. നോട്ടിഫിക്കേഷൻ വന്നാൽ അടുത്ത ഡിഗ്രി പ്രിലിംസിൻ്റെ കൂടെ ആയിരിക്കും പ്രിലിംസ്. മെയിൻസ് വന്നപ്പോഴത്തേക്ക് കഴിഞ്ഞ പ്രാവശ്യം ഒരു പേപ്പറേ ഉണ്ടായിരുന്നുള്ളൂ. അതിൽ 80 മാർക്ക് നിങ്ങളുടെ ജനറൽ നിങ്ങളുടെ മറ്റ് പ്രിലിംസിലുള്ള തന്നെ അതേ ടോപ്പിക്കാണ്. 20 മാർക്ക് സ്പെഷ്യൽ ടോപ്പിക് ഉണ്ടായിരുന്നു. അത് മാർക്കറ്റിങ്ങും പബ്ലിക് റിലേഷൻ ആൻഡ് കോർപ്പറേറ്റ് കമ്മ്യൂണിക്കേഷൻ 5 മാർക്ക് വീതമായിരുന്നു. പബ്ലിക് റിലേഷൻ ആൻഡ് കോർപ്പറേറ്റ് കമ്മ്യൂണിക്കേഷൻ 5 മാർക്ക്, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് 5 മാർക്ക്, ഫിനാൻഷ്യൽ സിസ്റ്റം ആൻഡ് ലീഗൽ ഫ്രെയിം വർക്ക് 5 മാർക്ക്. അങ്ങനെ 4 ടോപ്പിക്കുകളിൽ ആയിട്ട് 5 വീതം 20 മാർക്ക് സ്പെഷ്യൽ ടോപ്പിക് ഉണ്ടായിരുന്നു മെയിൻസ് എക്സാമിന്. ഇനി അടുത്ത വരുന്ന പരീക്ഷയ്ക്ക് 2 പേപ്പർ ആകുമോ ഇല്ലയെന്നും നമുക്ക് പറയാൻ കഴിയില്ല. ഇത് കാരണം ഒരു ഗസറ്റഡ് പോസ്റ്റും കൂടെ ആയതുകൊണ്ട് LFC സെക്രട്ടറി 2 പേപ്പറൊക്കെ ആയിരുന്നല്ലോ. അതുപോലെ ഇപ്പം നിങ്ങൾ എഴുതിയ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ് മെയിൻസും 2 പേപ്പറായിരുന്നു, 200 മാർക്കിനായിരുന്നു. പക്ഷേ ഇത് കഴിഞ്ഞ പ്രാവശ്യം ഒറ്റ പേപ്പറായിരുന്നു, 20 മാർക്കിൻ്റെ സ്പെഷ്യൽ ടോപ്പിക് ഉണ്ടായിരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ഇനി 2 പേപ്പർ ആകുമോ എന്നുള്ളതൊന്നും നമുക്ക് പറയാൻ കഴിയില്ല. ഒരു പക്ഷേ 2 പേപ്പർ ആയേക്കാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ സ്പെഷ്യൽ ടോപ്പിക്കിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ മാറാൻ സാധ്യതയുണ്ട്. അത് നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ കഴിയില്ല. PSC നോട്ടിഫിക്കേഷനൊക്കെ വന്ന് സിലബസൊക്കെ വന്നാലേ പറയാൻ കഴിയുള്ളൂ. പിന്നെ അത് അത്ര വലിയ ആൾക്കാരൊന്നും പങ്കെടുക്കാത്തതായതുകൊണ്ട് മീൻസ് ഒത്തിരി വേക്കൻസിയോ അങ്ങനെ ഒരു ഭയങ്കര ആപ്ലിക്കൻസിൻ്റെ തള്ളിച്ചൊന്നും ഇല്ലാത്തത് കൊണ്ട് 2 പേപ്പറിലേക്ക് പോകുമോ എന്ന് എനിക്കറിയില്ല. കഴിഞ്ഞ പ്രാവശ്യം മെയിൻസിന് ഒറ്റ പേപ്പറേ ഉണ്ടായിരുന്നുള്ളൂ. അതിന് 20 മാർക്ക് സ്പെഷ്യൽ ടോപ്പിക്, അതാണ് നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 1ാം റാങ്കോ അല്ലെങ്കിൽ റിസർവേഷനിൽ ഉപയോഗപ്പെടുന്ന റാങ്ക് പൊസിഷനിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു ഗസറ്റഡ് തസ്തികയിലേക്ക് പ്രവേശിക്കാൻ കഴിയും. വലിയൊരു നേട്ടമാണത്. വലിയൊരു തസ്തികയിലേക്ക് എൻട്രി കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ നന്നായി പഠിക്കുക. ഇനി ഈ ഒരു നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ PK ലേണിങ്സിൻ്റെ കോഴ്സ് ഉണ്ടാകുമോ എന്നുള്ളതാണ് നിങ്ങളുടെ അടുത്തൊരു സംശയം വരാൻ സാധ്യത. ഉറപ്പായിട്ടും അസിസ്റ്റൻറ്റ് ഡയറക്ടർ ഓഫ് നാഷണൽ സേവിങ്സ് ഒരു നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ കോഴ്സ് ഉറപ്പായിട്ടും ഉണ്ടായിരിക്കും. അതിനൊരു സ്പെഷ്യൽ കോഴ്സ് തന്നെ, സ്പെഷ്യൽ ബാച്ചായിട്ട് തന്നെ, പുതിയൊരു കോഴ്സായിട്ട് തന്നെ ലോഞ്ച് ചെയ്യും. ആ ഒരു പരീക്ഷയ്ക്ക് വേണ്ടി മാത്രമായിട്ട് ലോഞ്ച് ചെയ്യും. പക്ഷേ എന്നിരുന്നാലും നമ്മളൊരു കോഴ്സ് ലോഞ്ച് ചെയ്യുമ്പോൾ പോലും ഇതിൻ്റെ സത്യാവസ്ഥ, ഇതിൽ യഥാർത്ഥ ഇതിൻ്റെ പിന്നിൽ എന്താണ് എന്നുള്ളത് ഉദ്യോഗാർത്ഥികൾ മനസ്സിലാക്കിയിരിക്കണം. അപ്പോൾ അങ്ങനെ അത് മനസ്സിലാക്കാതെ നമ്മൾ ഒരു കോഴ്സിൽ ഒന്ന് ചേരുക, അല്ലെങ്കിൽ ഇവിടുത്തെ കോഴ്സിൽ ജോയിൻ ചെയ്യുന്നത് മാത്രമല്ല ഞാൻ പറഞ്ഞത്, അങ്ങനെ ഒരു പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുമ്പോൾ അതിൻ്റെ യഥാർത്ഥ വശം മനസ്സിലാക്കുക. ആ വസ്തുതകൾ കൃത്യമായി മനസ്സിലാക്കി വേണം നമ്മൾ ഓരോ ഉദ്യോഗാർത്ഥികളും അവരുടെ വിലപ്പെട്ട സമയം ഒരു കോഴ്സിലേക്ക് വേണ്ടിയോ അല്ലെങ്കിൽ ഒരു പരീക്ഷയ്ക്ക് വേണ്ടിയോ ചിലവഴിക്കേണ്ടത്. അതല്ലെങ്കിൽ ചിലപ്പോൾ അവർ മിസ്ഗൈഡ് ചെയ്യപ്പെട്ട് അത് ഒരുപക്ഷെ അവർക്കൊരു വിപരീത ഫലം ഉണ്ടാക്കിയേക്കാം. അതുണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് ഇത് ഇത്രയും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തത്. അപ്പോൾ എന്തായാലും ഈ നോട്ടിഫിക്കേഷൻ വരുമോ ഇല്ലേ എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം. നോട്ടിഫിക്കേഷൻ വരികയാണെങ്കിൽ ഉറപ്പായും PK ലേണിങ്സിൻ്റെ ഭാഗത്തു നിന്ന് അസിസ്റ്റൻറ്റ് ഡയറക്ടർ ഓഫ് നാഷണൽ സേവിങ്സിൻ്റെ ഒരു കോഴ്സ് ഉണ്ടായിരിക്കുന്നതാണ്. നന്ദി.